മലക്കം തൃശ്ശൂരിലേക്ക് തിരികെ എത്തുമ്പോൾ മറ്റൊരു ആതിഥേയനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അതിഥി എന്നുള്ള വാക്കുകൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. നമ്മളാണ് അതിഥികൾ. ആതിഥേയൻ മിനിസ്റ്ററെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. തൃശ്ശൂർക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഇനി ഉപചാരം ചൊല്ലി പിരിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഗംഭീരമായി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, അക്കാര്യത്തിൽ ഞങ്ങളൊരു ഉത്തരവാദിത്തം നിറവേറ്റി. ഒരാൾക്കും ഭയരഹിതമായിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു കേന്ദ്രമായിട്ട് മാറി. ഇവിടെ ഷീ ഓട്ടോകൾ തന്നെ 40 എണ്ണം രാത്രി പൂർണ്ണമായിട്ട് നിരത്തിലിറക്കി. കലോത്സവ വേദിയിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടികളെ കണ്ട വണ്ടി നിർത്തി ആരോടും ചോദിക്കാതെ കയറ്റി കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു എന്നാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ഒരു പരാതിയുമില്ലാത്ത വിധം അത് ഭക്ഷണശാലയാകട്ടെ, അക്കോമഡേഷൻ ആകട്ടെ, ശുചിത്വമാകട്ടെ, സമയത്തിൽ അവസാനിപ്പിക്കലാകട്ടെ, ആൾക്കൂട്ടമാകട്ടെ, ഒന്നിനും ഒരു പരാതിയില്ലാത്ത വിധം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ആ മിനിറ്റ് മുതൽ ഇതുവരെ ഒരു പരാതിയില്ലാത്ത വിധം കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നുള്ളത് തൃശ്ശൂരിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു കൂട്ടായ്മയുടെ കൂടി ഭാഗമാണെന്ന് ഞങ്ങൾ വിചാരിക്കും. തൃശ്ശൂരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഞങ്ങളിതാ ഈ ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞങ്ങളത് കേൾക്കാൻ അഭിമാനത്തോടെ കാത്തു നിൽക്കുന്നവരാണ്. ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഈ കലോത്സവം യഥാർത്ഥത്തിൽ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാണ്. 1962 മുതൽ 6 കലോത്സവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. 64 കലോത്സവങ്ങൾക്കിടെ ഇത് 7ാമത്തെ കലോത്സവമാണ്. ഇവിടെ വെച്ചാണ് കലാതിലകം, കലാപ്രതിഭ പട്ടങ്ങളുണ്ടായത്. ഇവിടെ വെച്ചാണ് ആദ്യത്തെ സുവനീർ വൈലോപ്പള്ളിയുടെയും അഴീക്കോട് മാഷിൻ്റെയും മുല്ലനേഴിയുടെയും വത്സല ടീച്ചറുടെയും കുഞ്ഞുണ്ണി മാഷിൻ്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ ഇതുണ്ടായത്. ഇപ്പോഴിതാ ഈ കലോത്സവത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവിലൂടെ വീട്ടിലിരുന്ന് സിയ ഫാത്തിമ എന്നൊരു കുഞ്ഞ് ഈ കലോത്സവത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തു. അതായത് മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും മുമ്പിൽ ചട്ടങ്ങളും നിയമങ്ങളും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ്. മുഖ്യമന്ത്രി 10 കൊല്ലം മുമ്പ് പറഞ്ഞു, ഓരോ ഫയലുകളിലും ഓരോ ജീവിതങ്ങളുണ്ട്. ഒരു ജീവിതം ഫയലിൽ നിന്ന് മത്സരവേദിയിലേക്ക് കടന്നു പോകുന്നത് ആ മുമ്പിലിരുന്ന് കാണാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഈ കലോത്സവത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പ്രതീക്ഷയുമായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. നിറഞ്ഞ സന്തോഷമായിരിക്കില്ലേ? വിപ്ലവകരമായ ഒരു മാറ്റം. സർക്കാരിൻ്റെ നിലപാടുകൾ എന്നും കുഞ്ഞു കുട്ടികൾക്കൊപ്പം വരെയുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നിലപാട്. മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം മനുഷ്യനെ അവൻ്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ പ്രാപ്യനാക്കുക എന്നുള്ളതാണ്. അത് നന്നായി നിറവേറ്റാൻ കഴിഞ്ഞു. കലോത്സവം ഉണ്ടാക്കുന്നൊരു വൈബ് കണ്ടല്ലോ. ഈ ആധുനിക കമ്പോളം ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് കല നശിച്ചു, സാഹിത്യം നശിച്ചു, AI മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രഖ്യാപനത്തിനൊക്കെ ചൂട്ട മറുപടിയാണ് കുട്ടികൾ. ഇന്നലെ 12 മണിക്ക് ഈ വേദിയിൽ സംഘനൃത്തം അവസാനിച്ചിട്ടും പിരിയാതെ ജനം ഇതിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഈ കുട്ടികളെ കാണാൻ. 2 ദിവസം കൂടെ നീട്ടാൻ പറ്റുമോ എന്ന് കലോത്സവം ചോദിക്കുകയാണ് കുട്ടികൾ. ഞാൻ തിരുവനന്തപുരത്തെ കുട്ടികള് സെന്റ് മേരീസ് സ്കൂളിലാണ് താമസിക്കുന്നത്, ലൂർദിൽ. അവിടെ പോയി കഴിഞ്ഞ ദിവസം. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ചേട്ടാ ഒരു ദിവസം കൂടി നീട്ടിയാലും പ്രശ്നമില്ല, വളരെ സൗകര്യമാണ്, സന്തോഷമാണ്. എന്തൊരു വൈബാണ് പിള്ളേർക്ക്, എന്തൊരു ആരോഗ്യം, എന്തൊരു കരുത്വമാണ്. ഒരു പേടിയും പേടിയണ്ട. കേരളം ഈ പുരോഗമന പക്ഷത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് 64ാമത് സ്കൂൾ യുവജനോത്സവം നൽകിയിട്ടുണ്ട്. അതൊരു ഉറപ്പാണല്ലേ? അതെ, അതൊരു ഉറപ്പാണ്. ആ ഉറപ്പ് ധൈര്യമായി നമുക്ക് കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം. ഒരു പുതിയ അന്തരീക്ഷം, അതായത് കലോത്സവങ്ങളെ മതവും ജാതിയും നോക്കി കമ്പാർട്ട്മെന്റ് ആക്കുന്ന, ആക്രമിക്കുന്ന ആലോചനയ്ക്കെതിരായി മാനവികതയുടെ പക്ഷം ചേരുന്ന ആഘോഷമാണ് ഉത്സവങ്ങൾ എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുക. ഇന്നലെ നിങ്ങൾ ഞങ്ങളുടെ വെള്ളാർമല സ്കൂളിലെ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എന്തൊരു കരുത്താവേശമാണ്. അവർക്ക് പുതിയ സ്കൂൾ കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് ഗവൺമെൻറ്. അവരുടെ വീടുകൾ നിർമ്മിച്ച് പൂർത്തീകരിക്കുകയാണ് ഗവൺമെൻറ്. എന്തെല്ലാം പറഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ഞങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ അവരോടൊപ്പം നിന്ന ഒരു സർക്കാരിന് നൽകുന്ന പിന്തുണയാണ്. ആ കുട്ടികൾ വഞ്ചിപ്പാട്ടിനാണ് വന്നത്. പക്ഷേ വെള്ളാർമലയുടെ മറ്റേ വെള്ളരിമലയുടെ താഴത്തുള്ളൊരു വിദ്യാലയമുണ്ട് എന്നുള്ള പാട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ എന്തൊരു അതിജീവനത്തിൻ്റെ കരുത്താണ് അവർക്കുള്ളത്. മാത്രമല്ല, ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി 6 ആദിവാസി മേഖലകളിലെ കുട്ടികൾ നടത്തുന്ന 6 ഇനങ്ങളെ കൂടി മോഹിനിയാട്ടത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും കഥകളിയുടെയും ഒക്കെ കൂട്ടി മത്സര ഇനത്തിൽ അവതരിപ്പിച്ചതോടെ ഈ രംഗത്ത് വീടുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന കലാകാരന്മാരെ അന്വേഷിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്കൂളുകൾ പോകുന്ന കാഴ്ചയാണ്. അതിൻ്റെ സംഘാടകരായ ആളുകൾ പറഞ്ഞത്, അതിൻ്റെ പരിശീലകരായിട്ടുള്ള ആളുകൾ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ഈ 6 പാവപ്പെട്ട മനുഷ്യരുടെ ഉത്സവങ്ങൾ, ആ പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഊരുകളിൽ നിന്നുള്ള ആഘോഷങ്ങളെ പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ 100 കണക്കിന് കലാധ്യാപകർ, ഞങ്ങൾ ഈ ആദിവാസി നൃത്തം ഉൾപ്പെടെയുള്ള ഇനങ്ങൾ പരിശീലിപ്പിച്ചിരുന്ന ഞങ്ങൾ കലാധ്യാപകരായി മാറി എന്നുള്ളതാണ് ഗവൺമെൻറ്റിനോട് പറഞ്ഞൊരു കാര്യം.
അങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തെ ഒരു പൊതുധാരയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുവരിക. അതെ, ഈ 6 കലകൾ എന്ന് പറയുന്നത് 6 ഗോത്രങ്ങളുടെ കലകളാണ്. 6 ഗോത്രങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാർ, ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യന്മാർ, അവരെ കൂടി ചേർത്ത് പിടിക്കുകയാണ്. അവരെയും അവരുടെ കലയെയും ലോകത്തിന് പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, അവരുടെ കലാകാരന്മാരെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയി അന്വേഷിച്ചെത്തുകയാണ് അവരെ. അതാണ് അവരുടെ പുതിയൊരു ആവേശവും വരുന്നത്. എന്തായാലും ഈ സ്കൂൾ കലോത്സവത്തിന് കൈരളി കാണിച്ചിട്ടുള്ള ഒരു എഫർട്ടിന് സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ പകലും രാത്രിയും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു ചിന്തയും ഒരു ലക്ഷ്യവും ഒരു കമ്പോളവൽക്കരണ കാലത്തിൻ്റെ ഒരു ബദലായി കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കും. പ്രത്യേകമായിട്ടുള്ള നന്ദി എല്ലാവരോടും. We love you to the moon and back. Thank you.